ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആയാലോ, അടിപൊളിയായിരിക്കും അല്ലേ? അപ്പൊ മാത്രല്ല, ഇപ്പൊ നല്ല ചൂടും കൂടിയാണ്. ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ശരീരവും മനസ്സൊക്കെ ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കാണണേ. അതിനായിട്ട് ഞാൻ 6 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നേന്ത്രപ്പഴം ഒഴികെ വേറെ ഏത് പഴമായാലും കുഴപ്പമില്ല കേട്ടോ. അതിന് 6 പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് നട്ട്സ് ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നട്ട്സിന്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഇനി വേണ്ടത് ഈത്തപ്പഴമാണ്. ഇത് മധുരത്തിന് ആവശ്യമായിട്ട് ഈത്തപ്പഴം മാത്രമാണ് ചേർക്കുന്നത്. 6 7 ഈത്തപ്പഴം എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പൊ കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും നമുക്ക്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. നല്ല കട്ടി തേങ്ങാപ്പാലാണ് വേണ്ടത്. 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പാക്കറ്റ് പാല് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ ടേസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടാ. ഇനി വേണ്ടത് ഇതുപോലെ 5 രൂപയുടെ പാക്കറ്റ് ഹോർലിക്സ് ആണ്. അപ്പൊ ഇതിൽ 1 ടേബിൾ സ്പൂൺ ഹോർലിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഏകദേശം വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടാ. നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പും കൂടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഈ ഒരു കപ്പും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ആ ഒരു ഈത്തപ്പഴത്തിന്റെ തൊലിയൊക്കെ ഉണ്ടാവും, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഈത്തപ്പഴത്തിന്റെ ഒരു തൊലിയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ബദാമിക്സ് ആണ്. അപ്പൊ ഈ ഒരു ബദാമിക്സും കൂടി ചേരുമ്പോൾ അതിന്റെ ഒരു കളറും മാറിക്കിട്ടും നമുക്ക്. പിന്നെ മാത്രമല്ല അതിന്റെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കൂടുതൽ ഒഴിക്കരുത്. ഒരു 3-4 തുള്ളി മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അത് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കുത്തുമണ ഉണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കാനാണ് 3-4 തുള്ളി മാത്രം ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത്. ഇപ്പൊ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് കസ്കസ് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തിട്ടുള്ള സെയിം പഴം തന്നെയാണ്, ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ആപ്പിളും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂട്ടാ. ഇത്രയും മതി നമുക്ക്. നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ നട്ട്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഇതിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ. അത്രയും മതിയാവും. അപ്പോ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കും കൂടിയാണിത്. നമുക്കിപ്പോ നോമ്പാണല്ലോ. ഈ നോമ്പിന് നല്ല ക്ഷീണം ഉണ്ടാവും. ചൂടായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ഷീണം മാറാനും ശരീരം തണുക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടാ. പ്രത്യേകിച്ചും തേങ്ങാപ്പാലിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കും കൂടിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഞാനിതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് സെർവ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ തേങ്ങാപ്പാലും പഴവും കൊണ്ട് ഇഫ്താറിന് തയ്യാറാക്കിയ ഒരു ഹെൽത്തി ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഡ്രിങ്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണട്ടാ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാനും ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുതേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്